നീ ഒന്നും ചെയ്യണ്ട, നീ പോയി കടന്നോ, നമുക്ക് വയറില്ല മാം, ഞാനും കൂടി സഹായിക്കാം, അതാകുമ്പോ വേഗം കഴിയുമല്ലോ. എന്റെ പെൺമക്കളിൽ നിന്നും എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. നമുക്കൊരാവശ്യം വന്നാൽ നമ്മൾ ദ്രോഹിച്ച നമ്മുടെ മരുമക്കളെ കൂടെ ഉണ്ടാവുള്ളൂ. ഓ ചോറക്കായി, കൂട്ടാനും ആയി. അപ്പൊ ഉമ്മാക്കേ പറഞ്ഞ പണികള് നല്ല വൃത്തിക്ക് ചെയ്യാനും അറിയാല്ലേ. ഞാനേ ചോറ് തിങ്ങട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഉമ്മാന്റെ കറിയൊക്കെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇതുവരെയും ഞാനല്ലേ ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഉമ്മ ഒരു പാത്രം എടുക്ക്. എന്നാ നിന്റെ നിന്റെ വയറുവേദന മാറിയോ? ഇല്ല. എന്നാലേ ഇത് കുടിച്ചോ. ഇതെന്ത് വെള്ളം അത്? ഇതൊന്ന് മഞ്ഞ കളറ്. അത് തേങ്ങാപ്പാലിലെ പച്ചമഞ്ഞളും വേപ്പിന്റെ ഇലയും കൂടി കൂട്ടി അരച്ചതാ. നല്ലതാ വയറുവേദനയ്ക്ക്, കുടിച്ചോ. ശരിക്കും വെറും വയറ്റിലാ കുടിക്കേണ്ടത്. ഇനിയിപ്പോ കുഴപ്പമില്ല. ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും, എന്നാലും നല്ലതാ. മൊത്തം കുടിക്ക്. ആ പാത്രങ്ങൾ ഞാൻ കഴുകാം. ഇവരെന്താ ഇങ്ങനെ? ഇവരുടെ സ്വഭാവമൊക്കെ ആകെ മാറിയേക്കണു. നീ ഇതെവിടേക്കാ തുണികളൊക്കെ ആയിട്ട്? തിരുമ്പിയിട്ടൊന്ന് കുളിക്കട്ടമ്മ, ഭയങ്കര ക്ഷീണം. ചിലപ്പോ ഒന്ന് കുളിച്ചാ ഉഷാറാവും. ഇത് ഞാൻ തിരുമ്പാ, ഉമ്മാന്റെയും കുറച്ച് തിരുമ്പാനുണ്ട്. അപ്പൊ ഞാൻ ഒരുമിച്ച് തിരുമ്പാ, നീയേ പോയിട്ട് കുളിച്ചോ കേട്ടോ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? അല്ല, സ്വപ്നല്ല, സത്യാണ്. ഇനിയിപ്പോ ഇതുവരെ പുതിയ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കോ? പടച്ചോ എനിക്കറിയാം. ഉണ്ണി, ആ ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇട് കേട്ടോ, ഉമ്മ തിരുമ്പ. നീ അതൊന്നും ചെയ്യണ്ട, നീ പോയി കടന്നോ, നിനക്ക് വയറുവേദന ഇല്ലേ? അതൊന്നും കുഴപ്പമില്ല മാം, ഞാനും കൂടി സഹായിക്കാം, അതാകുമ്പോ വേഗം കഴിയുമല്ലോ. എന്റെ വയറുവേദനയൊക്കെ മാറി, ഉമ്മാന്റെ മരുന്ന് കുടിച്ചിട്ടേ അതൊക്കെ മാറി. റജീന, വാ ചായ കുടിക്കാം. ഇങ്ങോട്ട് കൊണ്ടുവാ അമ്മ, നമുക്ക് ഇവിടെ ഇരുന്ന് കുടിക്കാം. ശരി. ഉമ്മാക്കേ ആകെ ഒരു മാറ്റം ഉണ്ടല്ലോ. എന്നോട് എന്താ ഇത്രയ്ക്കൊക്കെ സ്നേഹം? കുറച്ച് മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നെ കണ്ടാ കടിച്ചു കയറാൻ നിൽക്കണ പോലെ ഇരുന്നല്ലോ. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? അതെനിക്ക് മനസ്സിലായി, എന്റെ തെറ്റുകളൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് നീ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോൾ നിനക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ പറയണ കാര്യങ്ങളൊക്കെ നീ സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ നിനക്ക് എന്നോടുള്ള സ്നേഹവും അനുസരണയും എല്ലാം പോയി. ഇപ്പൊ നീ ഇതാ എന്നെ എതിർക്കാനും തുടങ്ങി. അതിന് നിന്നൊരിക്കലും ഞാൻ കുറ്റം പറയില്ല. അതിന്റെ കാരണമൊക്കെ ഞാൻ തന്നെ, എന്റെ നശിച്ച സ്വഭാവം. നിന്നൊരിക്കലും ഞാനൊരു മരുമകളായിട്ടോ മകളായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. ഈ വീട്ടിലത്തെ വേലക്കാരി, ശമ്പളം കൊടുക്കാതെ എല്ലാ പണിയും ചെയ്യുന്ന ഒരു വേലക്കാരിയായിട്ടാ നിന്നെ ഞാൻ കണ്ടത്. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്റെ മകനെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാനും
ഞാനും റംസിയും കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിനും എന്താ തെറ്റ്? എനിക്കതൊക്കെ കിട്ടണം. അനുഭവത്തിലൂടെയല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ പഠിക്കുക. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എൻ്റെ മകനെന്നെ വിളിച്ചിട്ട് 2 ആഴ്ചയായി. എങ്ങനെ വിളിക്കുക? എൻ്റെ കയ്യിലിരിപ്പ് അത്രയ്ക്ക് നല്ലതാണല്ലോ. പണത്തിന് വേണ്ടി മാത്രമേ ഞാൻ എൻ്റെ മകനെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനിയെങ്കിലും എനിക്കൊന്ന് മാറണം കുട്ടിയെ. എൻ്റെ ഈ ദുഷിച്ച സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു അമ്മായിയമ്മയല്ല, നിങ്ങൾ 3 മക്കൾക്കും നല്ലൊരു ഉമ്മയാവണം എനിക്ക്. താമ ഞാൻ തുടയ്ക്കാം. ഉമ്മ എണിച്ചില്ലേ? ഇത്ര നേരിട്ട് ഇവിടെ കാണാനില്ലല്ലോ. ഇത്ര നേരം നമുക്ക് അടക്കില്ലല്ലോ. നേരത്തെ എണിക്കുന്ന ആളാണല്ലോ. ഉമ്മ ഉമ്മ എന്താ എണിക്കാത്ത നിങ്ങള്? ഉമ്മാക്ക് വയ്യ മാനെ. ഉമ്മാക്ക് ഭയങ്കര ക്ഷീണം, പനി വരുന്നുണ്ട് തോന്നുന്നു. അയ്യോ എന്താ പെട്ടെന്ന്? ഇന്നലെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ആശുപത്രി പോണാ? വേണ്ട മാനെ. ഉമ്മേ കുറച്ചേരം കടക്കട്ടെ, അപ്പൊ കുറച്ച് സമാധാനം കിട്ടും. ശരി, ഉമ്മ കുറച്ചേരം കടന്നോ. ഉമ്മ ഇന്നത് കുടിച്ചോളി. എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട മാനെ. എന്തിനാ ഇത് വെച്ച്? അതിനകത്ത് ചായ ഒന്നും ഇല്ലമ്മ, ചുക്ക് കാപ്പിയാണേ. ഇത് കുടിച്ചോ. ഇത് കുടിച്ചാ പനി നന്നായി കുറയും. എനിക്ക് അവിടുന്ന് എനിക്കൊന്നുമ്മ, അത് ചൂടോട് കുടിക്കേ. ചുക്കാപ്പി കുടിച്ചിട്ടേ കുറച്ചേരം ഇരിക്കേ. ഇങ്ങനെ ഒരേ കടപ്പ് കിടക്കണ്ട. ഞാൻ പോയിട്ടേ കുറച്ച് ചൂടുള്ള കഞ്ഞി എടുത്തിട്ട് വരാട്ടാ. അപ്പൊ അതിന് കടന്നാ എനിക്ക് ഈ കഞ്ഞി കുടിക്ക്. എനിക്കിപ്പോ വിശക്കണൊന്നും ഇല്ല കുട്ടിയെ. എനിക്കിപ്പോ കഞ്ഞൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ എനിക്ക് കഞ്ഞി കുടിക്കുന്നിട്ട് വെറും വയറ്റിൽ നിങ്ങൾ കിടക്കണ്ട. എനിക്ക് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് വരാട്ടാ. ഇപ്പൊ എങ്ങനെ ഇടുമ്മ? പനി കുറച്ച് കുറവുണ്ടാ? കൊഴപ്പില്ല മാനെ. എന്നാലും ക്ഷീണവും ഉണ്ട് ഉമ്മാക്ക്. കുറവില്ലെങ്കിലേ നമുക്ക് വൈകുന്നേരം ആശുപത്രിക്ക് പോവാട്ടാ. നമുക്ക് കഞ്ഞി കുടിച്ചിട്ടേ കുറച്ചേരം കടന്നോളി. വയ്യ. ഇന്ന് പെണ്ണ് വിളിച്ചിട്ടില്ലാലോ. അല്ലെങ്കിൽ വിളിക്കണതാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഉണ്ണിയെ എന്താ കാട്ടണ്? ഞങ്ങളൊന്ന് പുറത്തു പോവാൻ നിൽക്കാമ്മ. ഇന്ന് പിള്ളേർക്ക് ലീവല്ലേ, അപ്പൊ എല്ലാരും കൂടി ഒന്ന് പുറത്തു പോവാ പറഞ്ഞിട്ടേ. അതെ. ഉമ്മാക്കേ രാവിലെ തൊട്ട് എന്താണാവോ മാനെ, നല്ല പനി. എണിച്ചു നിൽക്കാനും കൂടി വയ്യ. ഒരേ കടപ്പാണ്. അപ്പൊ വൈകിട്ടൊന്ന് ആശുപത്രി പോണമിട്ട് നിൽക്കുക. നീ ഒന്ന് വരുവോ വൈകുന്നേരത്ത്? അതുമ്മ എങ്ങനെ ഇപ്പൊ ഞങ്ങളങ്ങോട്ട് വരിക? ഞങ്ങള് പുറത്തു പോകാൻ വേണ്ടിട്ട് റെഡിയായി നിൽക്കുക എല്ലാവരും. ഇനിയിപ്പോ പോയില്ലെങ്കിൽ പിള്ളേരൊക്കെ കരയാൻ തുടങ്ങും. പിന്നെ വൈകുന്നേരം വരാൻ വെച്ചപ്പോ ഞങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞാൽ 2 ദിവസമാവും തിരിച്ചെത്താനേ. ഇക്കാന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊരു ചെറിയൊരു പാർട്ടി ഉണ്ട്. അപ്പൊ അവിടേക്ക് കൂടി പോയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ എങ്ങനെ ഇപ്പൊ വരിക? ഉമ്മ ഒരു കാര്യം ചെയ്യും, അവിടെ പാരസെറ്റാമോൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കഴിക്കും. എന്നിട്ട് കുറച്ചേരം കടന്നോ, പനിയൊക്കെ മാറിക്കോളും. ഇതാ വരുന്നു. ശരി മാം, ഞാൻ വിളിക്കാം. അല്ല, പെണ്ണ് കട്ടാക്കി.
ഈ പെൺമക്കളിനെയൊന്നും എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല. നമുക്കൊരാവശ്യം വന്നാൽ നമ്മൾ ദ്രോഹിച്ച നമ്മുടെ മരുമക്കളെ കൂടെ ഉണ്ടാവുള്ളൂ. പെൺമക്കളൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഓടി വന്നിട്ട് വേണം. ഇപ്പൊ എനിക്കത് മനസ്സിലായി. എത്ര ദ്രോഹിച്ചതാ ഞാൻ അവളെ. ഇപ്പൊ കുറച്ച് കഞ്ഞിന്റെ വെള്ളം തരാൻ കൂടി അവളേ ഉള്ളൂ. ഉമ്മ, എന്തുമ്മ, എന്തൊരു വിഷമം പോലെ? നിങ്ങക്ക് തീരെ വയ്യേ? ആശുപത്രി പോണാ? വയ്യാകിയൊന്നുമില്ല മാനെ. നീ തന്ന ചുക്ക് കാപ്പി കുടിച്ചപ്പോഴേ ക്ഷീണമൊക്കെ കുറഞ്ഞു. ക്ഷീണമൊന്നുമില്ല ഉമ്മ. അവളെ റംസീനൊന്ന് വിളിച്ചതാ, അവളുടെ അടുത്തൊന്ന് വരുമോ ചോദിച്ചതാ ആശുപത്രിക്ക് പോകുമ്പോഴേ. അപ്പൊ അവള് വന്ന നിനക്കൊരു സഹായം ആയല്ലോ. നീ ഒറ്റയ്ക്ക് എല്ലായിടത്തെ പണികളൊക്കെ ചെയ്യണ്. അപ്പൊ അവളെ വിളിച്ചപ്പോ അവൾക്ക് വരാൻ ഒഴിവില്ല. അവളെങ്ങോട്ടോ പോവുക അത്ര. അതിനാണ് അങ്ങനെ വിഷമിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. താത്താക്ക് ചിലപ്പം എന്തെങ്കിലും അത്യാവശ്യം ആയിരിക്കും, അത് മാറ്റി വെക്കാൻ പറ്റാത്തോണ്ടായിരിക്കില്ലേ. അതൊന്നും കുഴപ്പമില്ല. എന്നാലും അങ്ങനെയല്ലല്ലോ മാനെ. ഞാന് വയ്യാത്തോണ്ടല്ല അവളെ വിളിച്ചത്. എനിക്ക് വയ്യ പറഞ്ഞ അവളൊന്ന് ഓടി വരണ്ടേ. ഞാൻ പെറ്റതല്ല അവളിനെ. അത് വിടുമ്മ. അപ്പൊ ഞാനില്ല ഇവിടെ ഉമ്മാന്റെ കാര്യങ്ങൾ നോക്കാന്. പിന്നെ ഇപ്പൊ എന്താണ്? ഇപ്പൊ കുറച്ചു നേരം കടക്ക്. താത്ത നാളെ വരിയിരിക്കും. ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ കേട്ടോ. കുറച്ച് പാത്രം കഴുകാനുണ്ട്. കുറവില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ആശുപത്രി പോവാം. പിന്നെ ഇപ്പൊ എന്താണ്? നിങ്ങൾ കടന്നോളി.